ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 6 ഏരിയയുടെ 7th പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 5 meter ആൻഡ് വിത്ത് 1 meter ഇൻ സ്ക്വയർ മീറ്റർ? ഹൗ മച്ച് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? എന്താണ് തന്നേക്കുന്നത്? ഒരു ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 meter എന്നും വിഡ്ത്ത് തന്നിട്ടുണ്ട് 1 meter എന്നും. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മീറ്റർ. അപ്പോൾ സ്ക്വയർ മീറ്ററിൽ ഏരിയ എത്രയാണ്? 5 സ്ക്വയർ മീറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? ഇത് സ്ക്വയർ മീറ്ററിലല്ലേ, ഇനി സ്ക്വയർ സെൻറ്റിമീറ്ററിൽ അത് എത്രയായിരിക്കും? സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് ഇൻറ്റു 10,000 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ കിട്ടിയിരിക്കുന്നത് 5 സ്ക്വയർ മീറ്റർ ആണ്. അതിനെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് 5 ഇൻറ്റു 10,000 ചെയ്യും. 5 ഇൻറ്റു 10,000 എത്രയാണ്? 50,000. അപ്പോൾ ആൻസർ എത്രയാണ്? 50,000 സ്ക്വയർ സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 10,000. The length and width of a rectangular plot are 40 meters and 25 meters. What is the area in square meters? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. നോക്കിക്കേ, ലെങ്ത്തും വിഡ്ത്തും ഓഫ് എ റെക്റ്റാങ്കുലർ പ്ലോട്ട് നേരിട്ട് തന്നിട്ടുണ്ട്. ലെങ്ത്ത് 40 meter ആണ്, വിഡ്ത്ത് 25 meters ആണ്. ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ സ്ക്വയർ മീറ്റേഴ്സിൽ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ 40 ഇൻറ്റു 25, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് 40 ഇൻറ്റു 25. എത്രയാണ് 40 ഇൻറ്റു 25? 1000 സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ. The length and width of a rectangle are 6 meters and 50 centimeters. Find its area in square centimeters. How much is it in square meters? എന്താണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? 6 meter ആണ് തന്നിരിക്കുന്നത്. വിഡ്ത്ത് 50 centimeters ആണ്. ഇത്തരം ക്വസ്റ്റ്യനുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് കൊടുത്തേക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മുഴുവൻ തെറ്റിപ്പോവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നല്ല സൂക്ഷിച്ച് വൃത്തിയായി വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇതിൻ്റെ ഈ ഏരിയ സെൻറ്റിമീറ്റേഴ്സിൽ, സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സിൽ കാണാനാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അടുത്തതോ, ഹൗ മച്ച് ഈസ് ഇറ്റ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. ആദ്യം സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സിലുള്ള ഏരിയ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അതേ ഏരിയ സ്ക്വയർ മീറ്ററിലാവുകയാണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ലെങ്ത് 6 meter ആണ്. നമുക്ക് ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കണ്ടെത്തേണ്ടതുകൊണ്ട് നമ്മൾ ഈ 6 meterനെ സെൻറ്റിമീറ്ററാക്കി മാറ്റാം. നമുക്കത് അറിയാം, 1 meter ഇസ് ഈക്വൽ ടു 100 centimeter അല്ലേ. അപ്പോൾ 6 meter എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 600 centimeter ആണ്. വിഡ്ത്ത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് തന്നേക്കുന്നത്, 50 centimeter. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 600 ഇൻറ്റു 50. എത്രയാണ് 600 ഇൻറ്റു 50? 30,000. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാണ്? 30,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എഴുതുമ്പോൾ ഏരിയയുടെ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. ഇവിടെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഹൗ മച്ച് ഈസ് ഇറ്റ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്? ഇത് തന്നെ സ്ക്വയർ മീറ്ററിലാവുമ്പോൾ എത്രയാകും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, സ്ക്വയർ മീറ്ററിനെ സ്ക്വയർ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 10,000 ചെയ്യണമെന്ന്. ഇവിടെ നമുക്ക് ആൻസർ 30,000 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് കിട്ടിയേക്കുന്നത്. ഇതിനെ സ്ക്വയർ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10,000. അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 10,000 ഇസ് ഈക്വൽ ടു 3 square meter. From a cardboard piece as shown in the figure, how many square of side 1 centimeter can be cut out? എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ ഒരു താഴെ ഒരു ഫിഗർ കൊടുത്തേക്കുന്നില്ലേ, അതൊരു കാർഡ്ബോർഡ് പീസാണ്. അതിനകത്ത് നിന്ന് 1 സൈഡ് 1 centimeter വീതമുള്ള എത്ര സ്ക്വയർ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്.
അവർ പിക്ചറിൽ കാണിച്ചേക്കുന്നുണ്ടോ? ആ ഒരു ചെറിയ ഒരു സ്ക്വയർ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ ഹോളോ സ്പേസ് ആയിട്ടാണ് ആ കാണിച്ചിരിക്കുന്നത്. അതായത് 1 സെൻറ്റിമീറ്റർ ഓരോ സൈഡിലും വീതമുള്ള ഒരു സ്ക്വയർ അവർ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര സ്ക്വയർ നമുക്ക് ഈ ഒരു വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഓരോ കുഞ്ഞു സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഈ 2 ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ നമ്പർ സ്ക്വയേഴ്സ് നമുക്ക് ഈ റെക്റ്റാങ്കിളിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നോക്കാം. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ, വിഡ്ത്ത് തന്നിട്ടുണ്ട് 3 സെൻറ്റിമീറ്റർ. സോ ദ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടി. ഇനി നമുക്ക് ഒരു കുഞ്ഞു സ്ക്വയറിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിട്ടുണ്ട് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് പറയുന്നതാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇവിടെ ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ക്യാൻ ബി കട്ട് ഔട്ട് ഫ്രം ദിസ് ബിഗ് റെക്റ്റാങ്കിൾ ഈസ് ഈക്വൽ ടു, ഈ റെക്റ്റാങ്കിളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സ്ക്വയർ. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ. 30 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 30. അപ്പോൾ ഈ വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് എത്ര ചെറിയ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കാം? 30 ചെറിയ സ്ക്വയേഴ്സ്, 1 സെൻറ്റിമീറ്റർ വീതം സൈഡ് ഉള്ള 30 ചെറിയ സ്ക്വയേഴ്സ് ഈ വലിയൊരു റെക്റ്റാങ്കിളിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒന്നും കൂടെ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പോൾ റെക്റ്റാങ്കിളിൽ നിന്ന് എങ്ങനെ ഈ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എത്ര എണ്ണം കിട്ടുമെന്നറിയാൻ ആദ്യം ആ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുക ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ വെച്ച്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.